ഇന്ത്യ ഈ ലോകത്ത് 4th ലാർജസ്റ്റ് എക്കണോമി ഉള്ള കൺട്രി അല്ലേ? ഉം. അപ്പം ഇനിയും വളരണമെങ്കിൽ ഉം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതും ഗവൺമെന്റ് ആണോ ചെയ്യേണ്ടത്? നമ്മളും ചെയ്യണം, ഗവൺമെൻറ്റും ചെയ്യണം. ഏറ്റവും ആദ്യം നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അത് മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് നോക്കണം. ഇനി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ഓണ്ടർപ്രണേഴ്സ് ആണെങ്കിൽ പുതിയ പുതിയ ടെക്നോളജികളെല്ലാം ഉപയോഗിച്ച് നമ്മൾ എക്സ്പോർട്ട് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റണം. ഇറക്കുമതി ചെയ്യുന്നതിനൊക്കെ കൂടുതലായിട്ട് കയറ്റുമതി ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് പല രാജ്യങ്ങളിലോട്ട് നമ്മൾ കാര്യങ്ങൾ, നമ്മുടെ സർവീസോ പ്രോഡക്റ്റൊക്കെ കയറ്റി അയക്കുമ്പോൾ ആ പൈസ ഇങ്ങോട്ട് വരും. ബിസിനസ്സുകാരാണെങ്കിൽ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യാൻ നോക്കണം. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മാക്സിമം നന്നായിട്ട് പഠിച്ചിട്ട് അത് രാജ്യത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ. അത് നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനവും രാജ്യത്തിനുള്ള കോൺട്രിബ്യൂഷനാണ്. പിന്നെ നമ്മൾ അടയ്ക്കുന്ന ടാക്സ് ഉണ്ട്. ടാക്സ് കൃത്യമായിട്ട് അടയ്ക്കണം. ടാക്സ് അടച്ചെങ്കിലേ അത് ഗവൺമെൻറ് കാൽക്കുലേഷനിലോട്ട് വരുള്ളൂ, അല്ലേ? അപ്പോഴേ വീണ്ടും GDP കൂടുകയുള്ളൂ, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഉണ്ടാവുകയുള്ളൂ. ഇനി കൃഷിക്കാരാണെങ്കിലോ, കൃഷിക്കാർ ഒരു പുതിയ ടെക്നോളജി ഉപയോഗിക്കണം. എന്നിട്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിന് പിന്നെ ഗവൺമെൻറ് സപ്പോർട്ട് കൊടുക്കണം. ഗവൺമെൻറ് ഈ കാര്യങ്ങൾക്കെല്ലാം ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് ഗവൺമെൻറ് ചെയ്യും. പക്ഷേ ഓരോ പൗരനും അതിൻ്റെ അകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഇന്ത്യ വളരണമെങ്കിൽ, ഡെവലപ്ഡ് നേഷൻ ആവണമെങ്കിൽ ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ പോരാ, നമ്മളും വിചാരിക്കണം. നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ഓരോ ജോലിയും രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ്. നമ്മൾ എത്രമാത്രം പ്രൊഡക്റ്റീവ് ആവുന്നോ അത്രയും കൂടുതൽ രാജ്യം വളരും. നമുക്ക് ഒന്നിച്ച് മുന്നേറാം.